വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പിന്റെ നടപടി. റേഞ്ച് ഓഫീസർമാരായ അരുൺ കെ നായർ, KE സിബി എന്നിവരാണ് സസ്പെൻഡ് ചെയ്തത്. ഇവർ നിർദ്ദേശിച്ച ആളുകളുടെ അക്കൗണ്ടിൽ പണമെത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, പറയൂ. കൃഷ്ണരാജ്, വനരക്ഷ എന്ന പേരുള്ള ഒരു ഓപ്പറേഷനിലാണ് ഈ രണ്ടുപേരെയും വിജിലൻസ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വള്ളക്കടവ് റേഞ്ച് ഓഫീസറായ അരുൺ, അതുപോലെ തന്നെ തേക്കടി റേഞ്ച് ഓഫീസറായ സിബി എന്നീ രണ്ട് റേഞ്ച് ഓഫീസർമാരെയാണ് ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഇതിൽ അരുൺ എന്ന് പറയുന്ന റേഞ്ച് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്ക് 72,80,000 രൂപ അയക്കാൻ മറ്റ് ആളുകളോട് പറഞ്ഞിരുന്നതായി ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് സത്യമാണെന്ന് കണ്ടെത്തുകയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. ശേഷം തേക്കടി റേഞ്ച് ഓഫീസറും തൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 31 ലക്ഷം രൂപ അയക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ 31 ലക്ഷം രൂപ അയച്ചിരിക്കുന്നതായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടുപേർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് ക്രമക്കേടുകളെല്ലാം തന്നെ മറ്റ് റേഞ്ച് ഓഫീസർമാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവർക്കെതിരെ കർശനമായ നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന വനം വകുപ്പ് മന്ത്രിയും കുറച്ചു മുൻപ് പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ ഒരു നിരവധി റേഞ്ച് ഓഫീസുകളിലേക്ക്, വനം വകുപ്പിന്റെ റേഞ്ച് ഓഫീസുകളിലേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്നുള്ള ഒരു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ വനരേഖ എന്നൊരു ഓപ്പറേഷൻ ഉണ്ടാക്കുകയും അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു കണ്ടെത്തലുകളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 ഓഫീസർമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരുത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.